നമ്മളെ ഫ്രണ്ടാണ്. നമ്മളെല്ലാം ഒരേ വൈബ് തന്നെയല്ലേ? അടിപൊളി 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 അടിപൊളി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, TV ഹൗസിൽ വാസോണ്ണന്റെ ഹൗസിൽ പോവാൻ വേണ്ടിട്ട് കാട്ടിൽ പോയിട്ട് കുണ്ടനടിക്കാണെങ്കിൽ എനിക്ക് ഇത് വേണ്ട. എനിക്കറിയാം. ഒന്ന് പറഞ്ഞോ. ഇല്ലല്ലോ വയലിട്ടൊന്നുമില്ല. വിശ്വസിക്കാൻ പറ്റും വിശ്വസിക്കാൻ പറ്റും. അങ്കറിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ കേറണ പള്ളിക്കാട്ടിൽ പോയിട്ട് കുണ്ടനടിക്കാൻ തന്നെ എന്നെ മൂട് അവൻ തന്നെ വാങ്ങിക്കട. വിശ്വസിക്കാൻ അതാ മുമ്പിൽ 2 കുണ്ടന്മാർ ഇരുന്നിട്ട് ഒന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് അപ്പുറത്ത്. ചുണ്ണാവണില്ല മമ്മദ് കോയ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഇതിക്ക് കേറുന്നതിന് മുമ്പ് ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? നമുക്ക് പോവാ. പേടിയാ എവിടെ വണ്ടിയാതോ നിന്നെ ഒന്നും ചെയ്യൂലടാ. നീ കേറ്. നിങ്ങൾ ടെൻഷൻ ആവല്ലേ? ഇങ്ങനെ കൊച്ചു പിള്ളേരെ ഇല്ല ഷെയ്ക്ക ഇതല്ല ഡിഫൻഡറാ. ഡിഫൻഡർ അല്ല. നിനക്കെന്താ അതിൽ കേറാൻ പേടിയായോ? എനിക്ക് പേടി. ഇവര് എടുത്ത ടീമാന്ന് എനിക്ക് അറിയില്ല. ഇവര് എടുത്ത ടീം അറിയില്ല. എടാ ഷെയ്ക്ക് എനിക്ക് വാസോണ്ണനെ കാണണം. വാസോണ്ണനെ കുറ്റം പറയുന്ന വാസോണ്ണൻ അണ്ടിയെന്നാ നീ എന്താടാ പറഞ്ഞ? അങ്ങനെ ഞാൻ കാണട്ടെ. അണ്ണാ വാസോണ്ണന്റെ അനിയനാ? ഞാൻ കേറി എനിക്ക് ഇന്ന് അണ്ണനെ കാണണം. ഇല്ല ബ്രോ, നിങ്ങളെ വാസന്റെ അണ്ണിനാ നമുക്ക് അറിയില്ല കേട്ടാ ബ്രോ. നിങ്ങള് വാസന്റെ ബ്രോ എനിക്ക് മരണപ്പോടിയ കാരണം പള്ളിക്കാട്ടി നമ്മ അങ്ങനത്തെ ആളല്ലാന്ന് ആരൊക്കെയൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം വേട്ടെ ബ്രോ. പറ ആദ്യം. എടാ എന്റെ പേര് ചന്ദ്രൻ, ഇത് നീഗൻ, ഇത് SRK. അല്ലല്ല ഇത് വാസോണ്ണന്റെ ടീം തന്നെ. നമ്മ ഉറപ്പന്നെ. അങ്ക അണ്ണനെ കാണാൻ പറ്റോ പ്ലീസ്? അണ്ണനെ കാണാൻ പറ്റും. ഒരു കാര്യം പറയട്ടെ. ചേട്ടായി ഒരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയാം. ഞാൻ സിറ്റിയിൽ ആദ്യമായിട്ടാണ്. ഞാന് വൈബ് പിടിക്കാൻ വേണ്ടിട്ട് പോയക്കായിരിക്കും ഞാൻ കൊറേ സമയം നിന്ന്. എനിക്ക് ഒരാളും എന്റെ പേര് വൈബ് പിടിക്കുന്നില്ല. നിങ്ങൾ നല്ലൊരു വൈബ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മ ചില്ലാണ്, നീ വിചാരിക്കുന്ന പോലെ ചില്ലായിക്കോട്ടെ. പക്ഷേ നിങ്ങൾക്ക് മറ്റേ സ്വഭാവം ഉണ്ടെങ്കിൽ ഏത് ചില്ലായിട്ടും കാര്യമില്ല. ഞാൻ ചോദിട്ടെ, നിന്നെ കണ്ടപ്പോ ആരിൽ കുണ്ടടിച്ചാ നീ ഇങ്ങനെ ചോദിക്കാനായിട്ട്? അല്ല പ്രത്യേകതര ആൾക്കാർ എങ്ങനെ വിളിക്കും? അതുകൊണ്ട് ചോദിച്ചു. ആരോ കൊണ്ടുപോയി നിനക്ക് ഗൊഗ്ഗോ കിട്ടിയാ? എന്താ വാസോണ്ണനോട് ഞാൻ പറയേ, അണ്ണനോട് ഞാൻ പറയേ കിട്ടിയോ നിനക്ക്? അതല്ല വാസു അണ്ണന്റെ അനിയനെന്ന് പറഞ്ഞ നീ എന്തിനാ വാസു അണ്ണന്റെ അണ്ടി എന്ന് പറഞ്ഞു? അതെന്തിനാ പറഞ്ഞേ? അണ്ണനെ ഒന്ന് കാണട്ടെ. അണ്ണനാ നിനക്കെങ്ങനെ അണ്ണനെ അറിയാം നമ്മുടെ? അതാണ് ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം. ഏതണ്ണൻ? അണ്ണനറിയാത്ത ആരാളുള്ള? അണ്ണനറിയാത്ത ആരുള്ള മോനെ? അണ്ണനറിയാത്ത ആരുള്ള? ഇല്ല, സിറ്റിയിൽ പുതുതായിട്ടൊന്നും ആൾക്ക് വാസോണ്ണൻ അറിയാൻ വഴിയില്ലല്ലോ. വാസു അണ്ണൻ ആർക്കും അറിയാത്ത മുത്തേ? സിറ്റിയിൽ ആർക്കും അറിയാത്ത? കുണ്ണകള് ചോദ്യം നിർത്തുന്നില്ല. അതല്ല അറിയാം. നിങ്ങള് തുന്നാ മതി. എവനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. നീ F അടിച്ചിട്ട് നിന്റെ ഐഡന്റി കാർഡ് കാണിച്ചേ.
ഐഡന്റി കാർഡ് നമുക്ക് ആകെ സാമാനം മാത്രമല്ല അല്ലാണ്ട് ഐഡന്റി കാർഡ് ഒന്നും ഇല്ല മോനെ. സാമാനം കാണിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞ ഇല്ലില്ല നിനക്കുണ്ടോ? അതുകൊണ്ട് അതുപോലെ കാണിച്ചാൽ എഫ് വെക്കട്ടെ. പിന്നെ എന്തിനാ നീ പറഞ്ഞു നടക്കുന്ന ഈ ഗേ എന്നുള്ള വർത്താന കാര്യം ഓൾറെഡി ഇങ്ങനത്തെ ഒരു വർത്താനങ്ങളുണ്ട്. എന്ത് എന്തെന്ന് വെച്ചാ അങ്ങനത്തെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാൻ പറ്റുമെന്ന് നമുക്ക് അറിയൊന്നുമില്ല. അതെല്ലാം വിട്. അത് നമുക്ക് ഗ്യാങ് ഹൗസിൽ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. അതെന്ത് നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോകണം. ഗ്യാങ് ഹൗസിൽ പോയിട്ട് ഒന്ന് ചില്ല. ഞാൻ ഒരു മാറ്റാം. എനിക്ക് ഇവിടെ വൈഭവം വേണ്ടത്. നമുക്ക് ഭയങ്കര ചില്ല് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചില്ലിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ചില്ലാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മള് പലതരത്തിലുള്ള ചില്ലുണ്ട്. നിങ്ങൾ എങ്ങനെ ചില്ല് ചെയ്യും? അല്ല നിനക്ക് എന്താണ് വേണ്ടുന്നത് അത് മാത്രം തന്നാ പോരെ. നീ പറ എന്ത് വേണം. നമുക്ക് ഫുഡെല്ലാം കഴിച്ച് വൈവാക്കാം. നമുക്ക് ആ ഫുഡും പാട്ടും ഓളം. ഞാൻ പാട്ടോട് ഞാൻ ഗായകനാ. ഞാൻ പാട്ട് പാടും. പാർട്ടി വൈബ് പൊമ്പുള്ളറെല്ലാം വേണം. എന്നാലേ പാർട്ടി വൈബ് ഉണ്ടാവും. നമുക്കൊരു കാണട്ടെ. നമുക്ക് ഞാൻ കാണട്ടെ. നമുക്ക് ഇവിടെ ഒരു സംഭവമായിരിക്കണം. ആദ്യമായിട്ട് ഒരു ഗ്യാങ്ങിനെ കണ്ടുമുട്ടുന്നത് നിങ്ങള് വാസ്വണ്ണന്റെ ഗ്യാങ് തന്നെ. നിനക്ക് എത്ര വയസ്സാടാ? എത്ര വയസ്സുണ്ട്? എനിക്ക് 20. അണ്ണനെവിടെ? അണ്ണൻ കുളിക്കല? അണ്ണ കുളിക്കലടാ. ഒന്ന് നീപ്പിച്ച നോക്കട്ടെ. ഹലോ ഹലോ ബ്രോ, ഞാൻ ഇറങ്ങട്ടെ. വാസണ്ണനൊന്ന് കണ്ടോ? നമ്മള് ഒരു കാര്യം പറഞ്ഞ നീ നമ്മളെ പിള്ളേരെ തൊട്ടെന്നറിഞ്ഞ ഉള്ളയാണാ? നമ്മളെ പിള്ളേരെ എടുത്തിട്ട് ഉറക്കുന്നേട്ട് ഉള്ളയാണാ? ബ്രോ വള്ളി പിടിക്കല നമ്മുടെ ബാലന് സാവേജ് അവരായിട്ട് ബ്രോ അന്നോടല്ലല്ലോ സംസാരിക്കുന്നത്. അന്നോടല്ലല്ലോ. അന്ന് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച അന്ന് ഈടെ വന്നിട്ട് പഞ്ഞിക്കിടാനാണ് ഞാൻ വിചാരിച്ചത്. നിന്റെ കക്കയിൽ എന്തൊക്കെ ഉണ്ടോ? എന്താ എന്താ നീ പറഞ്ഞപ്പോ ഒന്നുമില്ല. നീ കേട്ടത്? അനക്കൊരു ആഗ്രഹമുണ്ട്. അതൊന്ന് സാധിച്ചു തരോ? അനക്ക് നിങ്ങളെപ്പോ ഒരു ഗ്യാങ് ആയിട്ട് വാസു അണ്ണന്റെ പേരല്ലോ ഒന്ന് മുതുകി പോയിട്ട് ഒന്ന് ആളാണോ? അതിന് നീ കൊറേ കഷ്ടപ്പെടണം. അല്ല അങ്ങനല്ലേ. ഇപ്പൊ ഒരു 5 മിനിറ്റത്തെ കാര്യം പറഞ്ഞു ചന്ദ്ര. 5 മിനിറ്റ് ഗ്യാങ് ആണ്. എടാ നീ ഒരു ഗെയിമർ അല്ലേ? നിന്റെ ചിഹ്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നിന്റെ ചിഹ്ന കണ്ടിട്ട് മനസ്സിലാവും. നീ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യണം കേട്ടാ. നിനക്ക് കുറച്ച് ഫാറ്റ് ഉണ്ട്. മുഖത്ത് ചുണ്ണിയല്ലടാ. നിനക്ക് ചിരിക്കാത്ത അക്ഷരം മാറിപ്പോ താടി വരാൻ എന്താ ചെയ്യേണ്ടത്? വെളിച്ചെണ്ണ വെച്ചാ മതിയാ? താടി വരാനായിട്ട് നീ താടിയല്ലേ വളച്ച് വിളിച്ച് ഇവരെ കുടുംബത്തിൽ കയറ്റാ കൊള്ളത്താണ്. അങ്ങനെ എന്തൊക്കെ പറയുന്നത്? ഫുള്ള് റോങ് ആണല്ല. ചിന്ന് ചുണ്ണി നിങ്ങൾ ഇങ്ങനെയൊന്നല്ലല്ലോ കടൽ തീരത്തെന്ന് പറഞ്ഞത്. ആൾക്കാരെ പിടിച്ചിട്ട് നീ പിന്നെ കണ്ടിട്ടൊരു റോങ് ലുക്ക് ഉണ്ടാട്ടാ. ഇനി റോങ് ലുക്കാ എന്റെ മൂഡ്. ഒരു പഫ്സ് പോലുന്ന പോലത്തെ മൂടാ. നിങ്ങളെ നോക്കണ്ട മൂഡ്. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊന്നും പറയുന്നത്? നിങ്ങൾ മറ്റടുത്ത വർത്താനം പറയല്ല. ഞാൻ അണ്ണനെ കാണാൻ മതി. അണ്ണനെ കണ്ടിട്ട് അനുഗ്രഹമായിട്ട് ഞാൻ പോയിക്കോളാം. അണ്ണ കിടക്കാണ്. അണ്ണനോട് എണീക്കാൻ പറ. എത്ര സമയം എനിക്ക് ഇതൊന്ന് കാണാൻ പറ്റും? ഗ്യാങ് ഹൗസിൽ ഒന്ന് കാണാൻ പറ്റോ? വന്നു വാ ബ്രോ. ഞാൻ ആദ്യമായിട്ടാണ് അന്നൊന്ന് ഇതാക്കണം. ഞാൻ ഒന്ന് അണ്ണനെ കണ്ടിച്ചേട്ടാ മേലെ കയറിയിട്ട്. ഹലോ അങ്ങോട്ടല്ല. എന്റെ പൊന്നു മോനെ അല്ല എല്ലാരും പോയാ? ഹലോ ബ്രദർ പോയി. ബ്രോ ഹലോ. അല്ല അങ്ങനൊന്നല്ല. അടിച്ച് ഫിറ്റൊന്നല്ല. നമുക്ക് കാണാൻ പോവാ. നമുക്കൊന്ന് കാണാൻ പോവാ. അതിനെന്താന്ന്? എങ്ങോട്ട്? ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് അന്നൊന്ന് സൽക്കരിക്കണം. എവിടെ എടുത്തേക്കാം. ചന്ദ്രപ്പ എടുത്തേക്ക് ഓടുന്നിങ്ങനാ? ഞാൻ ഇവിടെ ഉണ്ട്.
ഇതാ ബ്രോ നിങ്ങൾ ഞാൻ നടക്കാം, ഞാൻ ഒന്ന് പോട്ടെ, ഒന്ന് ബാ. കമോൺ എവരിബഡി, നമുക്ക് വൈബാക്കാൻ വന്നതല്ല, നമ്മള് വൈബാക്കാൻ വന്നതാ. കമോൺ. ഇതാരാ ഏട്ടാ എന്നെ കൊന്ന്, ഏട്ടാ എന്നെ കൊന്ന്. ഹലോ ഞാൻ മരിച്ചു. ഹലോ കേക്കുന്നുണ്ടാ? ടി വി അണ്ണ, അണ്ണനല്ല എവിടെയാ പോയി, തൂറാൻ പോയി അണ്ണാ. ടി വി ഹൗസിൽ വന്നിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനുള്ളടാ. ഞാൻ എന്ത് തെറ്റുകൂടെ ചെയ്തത് അണ്ണ? ഒന്ന് രക്ഷിക്കണ. ഇതാരാ? ഷമീറല്ലേ? ഷമീറ മോനെ. ഒന്ന് രക്ഷിക്കടാ മോനെ. വാവേ മോനെ മുത്ത. ഞാൻ ഈടെത്തി, ഞാൻ ഇങ്ങനെല്ലോ എത്തി. ഒന്ന് രക്ഷിക്കണം. ഞാൻ മരിച്ചിട്ടല്ലേ. ഇന്നലെ നമ്മള് മീറ്റ് ചെയ്തായിരുന്നോ? ഹലോ ഷമീറ. പിന്നെ വേറെ ആളായിരിക്കും. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ചന്ദ്രൻ. എന്താ നക്കണ്ടേ? ജിയാ? ചന്ദ്രനാ? നിങ്ങളാണോ ചന്ദ്രൻ? ടി വി ചന്ദ്രൻ? അതെ. ജീനക്ക് എന്തെല്ലാം സുഖല്ലേ? സുഖല്ലേ? സമീറിനെ കണ്ടായിരുന്നു, ഷേഖിനോടെ കണ്ടായിരുന്നു. ഷെയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒന്ന് വിളിച്ചു തരുമോ? ഷെയ്ക്കിന്റെ നമ്പർ ഉണ്ടാ? ഹലോ ബ്രോ, കേക്കുന്നുണ്ടാ? EMS വരുന്നാ മെസ്സേജ് തരോ? അവിടെ ഞാൻ മരിച്ചിട്ടാളെ. ഒന്ന് ഹെൽപ്പ് ഇടാവോ? അറിയാവോ? ഹെൽപ്പ്. അതെ ഷെയ്ക്കേ, ഒന്ന് ഷെയ്ക്കിനെ ഒരാളെ വിളിക്കുന്നു. ഷമീറാണ്. കണ്ണൂർ കിങ്ങിന്റെ അടിയടാ. ഞാൻ ഇടണ്ട് ടി വി. കണ്ണൂർ കിങ് 1% ചാർജ് ഉള്ളു. ഹലോ ഇതെന്താ? ഞാൻ പോയിട്ട് വരാം. പോവാണോ? ഇവിടാണോ ജനിച്ചത്? ഞാൻ ഇവിടെ ജനിച്ചു പോയി. ഹലോ കളവറിയുന്ന ഓ ഇന്നലെ കേറി വന്നിയാ. ഹലോ അതാണ് ഞാൻ നോക്കണ. തിരിഞ്ഞപ്പോ ഫ്രണ്ട് ഇന്ന് ഒരു പരിപാടിക്ക് പോയേക്കാം. ഇവർ എന്നെ പറ്റിച്ച ഇയാളെ നമ്മള് പാഴ്സലാക്കി എത്തിക്കാം. കുഴിച്ചുകൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇനിയിപ്പോ വന്നില്ലെങ്കിലും നിങ്ങളെ ഒരുമാതിരി ഓരോന്ന് വെക്കാൻ പറ്റിയ കളീന്റെ ഒരു മൂഡ് പോയിപ്പിക്കല്ലേ. അടക്കിയാല ഇതെന്താ ട്രോളിയാ? ഞാൻ ഇങ്ങനെ കൊണ്ട് പോകുന്നു. ഇതെന്താ ട്രോളിയാ? നമ്മളെ വിശ്വസിച്ച് വന്നേലടാ ഇവരെ നമ്മളൊക്കെ ചെയ്യണ. ഞാനെന്താ നിങ്ങളാക്കി? ഞാൻ നിങ്ങളൊന്നും ആക്കിയിട്ടില്ലല്ലോ. പ്ലീസ്. മരിച്ചു. അപ്പൊ നിന്നെ അടക്കുക എന്നുള്ളതല്ലാണ്ട് നിന്റെ ആത്മാവിന് വേറെ ശാന്തി കിട്ടാൻ പോകില്ല. അല്ല ഞാൻ പറയുന്നത് ഇതേതാ കവറും കാർഡ്? സോറി നീ മരിച്ച് ഇനിയിപ്പൊ ഈ പുള്ളിയായിട്ടാണ് നീ കിടക്കണ്ടേ. ജീവിതകാലം ഫുള്ള് നീ കേറി കഴിഞ്ഞാ ഇങ്ങനെ ഇവിടെ കിടക്കും. അല്ലല്ല ഒന്ന് എണീപ്പിച്ച. ഞാൻ ഇപ്പൊ എണീച്ചല്ല. ഒന്ന് എണീപ്പിച്ച. നീ ചത്ത് മരിച്ചു. നീ ഞാൻ എന്താ ഞാൻ ഒന്ന് വായിലിട്ടാ. ഞാൻ നല്ല രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കും. പ്ലീസ് ബ്രോ. ബോധം കെട്ടിച്ച നീ എന്റെ ബോധം കെട്ടൊന്നല്ല. ഇവര് ബോധം കെട്ടിയൊന്നല്ല. എന്നെ തലക്കൊന്ന് തീർന്നു. എനർജി കണ്ടി. ഹലോ അനക്കൊന്ന് അന്നെ ബോധം കെടുത്തിട്ട് എല്ലാവർക്കും ഒപ്പര കുണ്ടനടിക്കാനുള്ള പരിപാടിയാണല്ലേ ടിവിയില്. ഇത് അണ്ണനോട് ഞാൻ അണ്ണനോട് എന്തായാലും പറയും. ചിരിച്ചോണ്ടിരിക്കണല്ലടാ അണ്ണനോട് ഞാൻ എന്തായാലും ഞാൻ പറയും. ഇവിടെ ഒരുത്തനോടെ കടത്തിട്ട് എല്ലാരും കുനിച്ചിരുത്തി അടിക്കുന്ന അണ്ണൻ വരട്ടെ. നമ്മളെ ഗ്യാങ് ഹൗസിൽ മാത്രമേ അടക്കാൻ പറ്റും. പിന്നെ ഇവന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാണ് ഇങ്ങോട്ട് ശാന്തിയാ? അവിടെ മുത്തുമണികളെ ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് ഞാനൊന്നും ആക്കിയിട്ടില്ല. ഞാനൊന്നും ആക്കി അല്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെവിലും കേൾക്കുന്നുണ്ട്. ചെവിലും അടിച്ചു പോയിന്ന് ഭയങ്കര തന്നെ. നിങ്ങൾ പറയുന്ന ബ്രോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. പറഞ്ഞു ലോകത്തിലിருந்து വിട പറഞ്ഞു.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇത് ഏതാണ് ഈ കളർ കോയി? എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കളർ കോയി. ചിറക്കി തലയടിച്ച് വീണ് ആളന്ന് പോയി. ടി വി എന്ത് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ ഈ ഗ്യാങ് ഹൗസ്. ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ടൊരു വഴിയുണ്ടല്ലോ, അങ്ങോട്ട് വന്നോ. ഇത് കക്കൂസ് ആവുന്നല്ലേ? ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ടോ ശരിക്കും? കക്കൂസ് പൊളിച്ചിട്ട് ശവകരിയാടാക്കിയത് അത് സംഭവം. പയ്യനൊരു പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓ ഇതൊക്കെ ഞാൻ പറഞ്ഞ വൈബല്ല. അന്നെ മരിച്ചു കടത്തിട്ട് നിങ്ങള് വൈബ മരിക്കാൻ പോലും മുഴുവൻ നിങ്ങള് 4-5 ഇത് മംഗലത്തിന് പോകുന്ന പോലെ വന്നിട്ട് അടിക്കുന്നല്ലേ. അവൻ മരിച്ചു. ഷെയ്ക്കിന്റെ അണ്ടി മമ്മു ചത്തുപോലും. മമ്മു ചത്ത മമ്മു പോയി. സമാധാനായി ഇവിടെ ഒരുത്തം മരിച്ചു കിടക്കുമ്പോ ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വിടാനുള്ള സുഖം പോലെ തന്നിട്ടില്ല. ഇത് പ്രോപ്പർ പറ്റിക്കല. ഞാൻ കാര്യം പറയാം, ഞാൻ ഇങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ടി വി എന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. നീ എന്താ ചെയ്യുന്നതാ? ഫോട്ടോ ഉണ്ടായിരുന്നോ? നല്ല കാര്യം. എടാ ചെക്കൻ മരിച്ചടാ. നല്ല സന്തോഷം സന്തോഷായിട്ടുള്ളത്. ഡ്രാഗി തോളത്തെടുത്ത് നക്കാനുള്ള ബുദ്ധിയില്ല. സിറ്റിയില് ശരിയായ ഞാൻ ശരിയായ ഉസ്മാന ഐ ലവ് യു ഉസ്മാനെ മുത്ത ശരിയായ ഞാന് ഈടെയാന്ന് വരുന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൈമണെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ മരിച്ചു അവന്റെ അടുത്ത് നമ്മളെ ജീതക്കി മരിച്ചു. ദേഷ്യവും തോന്നലെന്ന് പറയണേ. എന്തൊരു സന്തോഷാണ് നിങ്ങളുടെ മുഖത്ത്. ടി വി എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ വന്നിട്ട് ഒരുമാതിരി മറ്റടുത്ത വർത്താനാണ് ഞാൻ കാണുന്നത്. ഇവിടെ പൊയ് വരാൻ വരുമ്പോ നിങ്ങൾ ഇങ്ങനെയൊന്നല്ലല്ലോ സംസാരിച്ചത്. അനക്ക് 2 വർത്താനം പറയാണ്ട്, അനക്ക് 2 വർത്താനം നിങ്ങളോട് അങ്ങ് പറയാണ്ടടാ. ടി വി ഗ്യാങ്ങുകളെ അണ്ണൻ ഇത് അറിഞ്ഞാൽ അന്റെ അണ്ണന്റെ പേരും മറന്നുപോയി. വാസു അണ്ണൻ ഇത് അറിഞ്ഞ മൊത്തം ഇത് സീനാണ്. അണ്ണൻ വരട്ടെ, അണ്ണൻ കളക്കളത്തിലേക്ക് വരട്ടെ. എന്നിട്ട് ഞാനും അണ്ണനും പുതിയൊരു ഗ്യാങ് തുടങ്ങുന്നുണ്ട്. കോയാന്ന് എന്റെ പേരിന്റെ പേര് കോയ. പുതിയൊരു ഗ്യാങ് ഞാൻ തന്നെ നിർമ്മിച്ച് അണ്ണൻ VS കോയ